ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. മൈഥിലിയുടെ മുറിയിലേക്ക് കയറി അലറി നിലവിളിക്കുന്ന മാലതിയാണ് കാണിക്കുന്നത്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി ചെല്ലുമ്പോൾ തൂങ്ങാനായി ഫാനിൽ തൻ്റെ സാരി കെട്ടിത്തൂക്കിയിരിക്കുന്ന മൈഥിലിയാണ് കാണിക്കുന്നത്. എന്നാൽ മൈഥിലി അവിടെങ്ങും ഉണ്ടായിരുന്നില്ല. എല്ലാവരും എല്ലായിടത്തും മൈഥിലിയെ തിരയുന്നുണ്ടെങ്കിലും മൈഥിലി തൻ്റെ ഫോൺ അടക്കം ചെമ്പകമംഗലത്ത് വെച്ചിട്ട് എങ്ങോട്ടേക്കോ ഇറങ്ങിപ്പോയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മീനാക്ഷി അവിടെ ഇരിക്കുന്ന ഒരു കത്ത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ കാർത്തി ആ കത്ത് വായിക്കുമ്പോൾ ഭൂമിക്ക് ഭാരമായി നിൽക്കാൻ ഞാനില്ലെന്നും അതുകൊണ്ട് എന്നേക്കുമായി ഞാൻ ഈ ലോകത്തോട് വിട പറയുന്നു എന്നുമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. എന്താണെങ്കിലും അവൾ പോയി കിട്ടിയല്ലോ, അത്രയും നല്ലത് തന്നെയെന്ന് സാവിത്രി പറയുമ്പോൾ മാലതി പറയുകയാണ്, അങ്ങനെയാണോ പറയുന്നത്? ഇന്ന് കുഞ്ഞിന്റെ ചോറൂണ് നടത്താതിരുന്നതല്ലേ? കുഞ്ഞിന്റെ അമ്മയെ തന്നെയല്ലേ കാണാതായിരിക്കുന്നത്? അതുകൊണ്ട് എങ്ങനെ ഈ ചടങ്ങ് നടത്തുമെന്നൊക്കെ മാലതി പറയുമ്പോൾ നന്ദിനി ദേഷ്യത്തോട് പറയുകയാണ്, ചെമ്പകമംഗലത്തെ ജഗദീഷിന്റെ ഭാര്യയായിട്ടാണോ നീ സംസാരിക്കുന്നത്, അതോ നിന്റെ മൈഥിലിയുടെ നാത്തൂനായിട്ടോ? ഞാനുള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞതെന്ന് മാലതി പറയുന്നു. അങ്ങനെ സാവിത്രിയും മാലതിയും തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാകുമ്പോൾ രാജലക്ഷ്മി അമ്മ പറയുകയാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ചോറൂണ് ഇന്ന് തന്നെ നടത്തിയിരിക്കും. ഇവിടുത്തെ ഉടവാളിനെ പ്രാർത്ഥിച്ചിട്ട് വേണം ഇവിടെ നിന്നിറങ്ങാനെന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷിയെയും നന്ദിനിയെയും കൂട്ടിക്കൊണ്ട് ഉടവാളുള്ളിടത്തേക്ക് പോവുകയാണ് രാജലക്ഷ്മി അമ്മ. ഇതൊക്കെ കാണുന്ന മാലതി പറയുകയാണ്, ഇവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും ആ ഉടവാൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് മാത്രം ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇന്ന് ഒളിച്ചും പാത്തുമാണെങ്കിലും ഞാൻ എന്താണെങ്കിലും ആ വാള് കണ്ടിരിക്കുമെന്നും മാലതി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് രാജലക്ഷ്മി അമ്മയാണ്. മീനാക്ഷിയോട് അറയുടെ താക്കോൽ എടുത്തോണ്ട് വരാനായി രാജലക്ഷ്മി അമ്മ പറയുന്നു. ഇത് കേൾക്കുന്ന മാലതി മീനാക്ഷിയുടെ പിന്നാലെ പോവുകയാണ്. അവൾ ആ താക്കോൽ വെക്കുന്നത് എവിടെയാണെന്ന് കണ്ടെത്തിയാൽ എനിക്കും പിന്നെ ഇഷ്ടമുള്ളപ്പോ ആ വാള് കാണാലോ. അതുമാത്രമല്ല, ആ വാള് കൊടുത്താൽ കോടികളാ കിട്ടുന്നത്. എനിക്കെന്താ, പണം കിട്ടിയാൽ പുളിക്കുമോ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മീനാക്ഷിയുടെ പിന്നാലെ ചെല്ലുകയാണ് മാലതി. എന്നാൽ മുറിയിലേക്ക് കയറുന്ന മീനാക്ഷി കഥ കടച്ചതിന് ശേഷം താക്കോൽ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്നു. ഇത് കാണുന്ന മാലതി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ മീനാക്ഷി താക്കോൽ കൊണ്ട് കൊടുക്കുന്നു. മാറി നിൽക്കുന്ന മാലതിയെ കാണുമ്പോ നന്ദിനി പറയുകയാണ്, മാലതി എന്താ മാറി നിൽക്കുന്നത്? എല്ലാവരും ഉടവാളിനെ പ്രാർത്ഥിക്കണമെന്ന, നീയും ഇങ്ങടുത്തേക്ക് വാ. ഇത് കേൾക്കുന്ന മാലതിക്ക് സന്തോഷമാകുന്നു. അങ്ങനെ മാലതിയും അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ രാജലക്ഷ്മി അമ്മ പറയുകയാണ്, ഞാൻ ഈ അറ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോടെ അകത്തേക്ക് നോക്കണം. ആന കുത്തിയാൽ പോലും തുറക്കാൻ പറ്റാത്ത വാതിലാണ്. ഈ താക്കോലെങ്ങാനും പോയാലേ പിന്നെ കുടുംബത്തിന്റെ നാശമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അമ്മ കതക് തുറക്കുമ്പോൾ എല്ലാവരും അകത്തേക്ക് കയറി പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി താക്കോൽ വെക്കാനായി പോകുന്നതാണ്. മാലതിയും പിന്നാലെ പോകുന്നുണ്ടെങ്കിലും മാലതിക്ക് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ചോറൂണിന് വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങുന്നതാണ്. അങ്ങനെ എല്ലാവരും കൂടി ക്ഷേത്രത്തിലെത്തുന്നു. അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ജഗദീഷ് അങ്ങോട്ടേക്ക് വരികയാണ്. സാവിത്രിയെ മാറ്റി നിർത്തി ജഗദീഷ് ഇവിടെ അടുത്തുള്ള റെയിൽവേ ലൈനിൽ ഒരു പെണ്ണിന്റെ മൃതദേഹം കിട്ടിയെന്ന് പറയുന്നു. ഇതൊക്കെ കാണുന്ന മൈഥിലി ദേഷ്യത്തോടെ പറയുകയാണ്, സ്വന്തം ഭാര്യയോട് അയാൾക്കൊന്നും പറയാനില്ല, എല്ലാം പെങ്ങളോട് മാത്രം. എടാ, ഇപ്പൊ ഈ വിവരം നീ ആരോടും പറയണ്ടെന്ന് സാവിത്രി പറയുമ്പോൾ അതിനത് അവളാണെന്ന് കൺഫേം ചെയ്തിട്ടില്ലെന്ന് ജഗദീഷ് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ചോറ് കൊടുക്കുന്ന ചടങ്ങിനായിരിക്കുന്ന കാർത്തിയെയും മീനാക്ഷിയുമാണ്. അങ്ങനെ കാർത്തി കുഞ്ഞിന് ചോറ് കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു അഡ്വക്കേറ്റും കുറെ പോലീസുകാരും കൂടി വരികയാണ്. ചോറ് കൊടുക്കുന്നതൊക്കെ നിർത്താൻ അവർ പറയുമ്പോൾ ഇത് കേട്ടെല്ലാവരും ഞെട്ടലോടെ അവരെ നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.